അത് അന്നൊക്കെ കുട്ടികളെ കൂച്ചിക്കല്ല് ചരലെന്നൊക്കെ പറഞ്ഞ് കൈ അവർക്ക് കിട്ടുകൈ എന്ന് പറയുന്നത് തന്നെ ഇന്ന് 10 പവൻ സ്വർണം ഒരാള് വാങ്ങുന്നേക്കാൾ വലിയൊരു ഇതായിരുന്നു അന്ന് ഒരു കുപ്പികളാ. ഒരു കൂച്ചിക്കല്ല്, ചരട്, ഇതൊക്കെയാണ് അന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആഭരണങ്ങള്. ആഭരണങ്ങൾ അണിയാൻ ഞങ്ങൾക്ക് അത് യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും കിട്ടാവുന്ന ഏറ്റവും വലിയ ആഭരണങ്ങൾ അതാണ്. മാത്രമല്ലോ അന്ന് വെള്ളം മുൻകൂട്ടി ഇറങ്ങാൻ പാടില്ലല്ലോ. വെള്ളം മുൻകൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് അതൊന്നും അധികാരമില്ല. അന്നത്തെ ഓണാഘോഷം അതാണ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം. അന്നൊക്കെ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ മനസ്സ് നിറയുന്നൊരു അനുഭവമുണ്ട്. ദാരിദ്ര്യ പട്ടിണിയുമാണ്. ഈ ഓണത്തോട് അടുക്കുന്തോറും അന്ന് ഇന്നത്തെ കാലം മഴ പെയ്യുന്ന കാലഘട്ടമാണോ, ഈ മഴ പെയ്യുന്ന കാലഘട്ടത്തിൽ ഈ ഓണത്തിലേക്ക് ദിവസങ്ങൾ അടുക്കുന്തോറും ഒരു 2 ദിവസത്തെ വെയിൽ കിട്ടും. ഈ 2 ദിവസത്തെ വെയിൽ എന്ന് പറയുന്നത് അവിടുന്ന് നമ്മളെ ഓണത്തിലേക്ക് കിടക്കുകയാണ്. ഈ 2 ദിവസത്തെ വെയിൽ എന്ന് പറയുന്നത് നെല്ല് പുഴുങ്ങിയെടുത്ത നെല്ല് ഉണക്കാൻ കിട്ടുന്ന 2 ദിവസമാണ്. ഈ 2 ദിവസം കൊണ്ട് നമ്മള് ഈ നെല്ലൊക്കെ ഉണക്കി അത് ഒക്കെ അരിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത്തം തൊട്ട് പൂവിട വേണം. പൂവിടാൻ പിന്നെ നമുക്ക് നമ്മളെ വെള്ളം വിട്ടിട്ട് ചാണകം മെഴുകിയിട്ട് പൂവിടുന്ന ആരുടെ അനുഭവമൊന്നും വേണ്ട. അത് ഇട്ട് കഴിഞ്ഞാല് ഓണം തുടങ്ങി. ഓണം തുടങ്ങിയത് അന്നൊക്കെ ഇന്നിപ്പോ 4 ദിവസം പോയിട്ട് 2 ദിവസം പോലും ആഘോഷിക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ അന്ന് ഒരു 5-6 ദിവസം ആഘോഷിക്കും. സംഭവം എന്ന് വെച്ചാൽ 2 ദിവസം പണിക്ക് പോകണ്ട. ഉള്ള കഞ്ഞി ഉള്ള കഞ്ഞി വെച്ച് അന്ന് ചിലപ്പോ നല്ല കറിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ചക്കക്കറി, ചക്കക്കുരു, പിന്നെ ഉപ്പേരിയും, പിന്നെ അതുകൊണ്ട് തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അതാണെങ്കിൽ പോലും അന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്ന് ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് പായ വിരിച്ച് നിലവിളക്ക് കൊടുത്തിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തൃപ്തി അടയുമ്പോ അത് കഴിഞ്ഞ് ഒരു ഓണക്കളിയുണ്ട്. കുട്ടികളുടെ ഒരു ഓണക്കളിയുണ്ട്. ഈ അന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അന്നാണ് എല്ലാവരും ദിവസം രാവിലെ കുളിക്കുക. അതുപോലെ കുളിക്കേണ്ട കാര്യമല്ല, കാരണം പഠിച്ചു പോകണമല്ലേ. അന്ന് കുളിക്കും, എല്ലാവരും ഒരു അന്നക്കുറിയൊക്കെ വരയ്ക്കും. ഞങ്ങൾക്ക് വന്ന ആഘോഷമാണ്. ആ സമയത്ത് പപ്പടം കൂട്ടി ചോറിനാൻ കഴിയും. അതുപോലെ പപ്പടമില്ലല്ലോ. പപ്പടം കിട്ടും, ഓണമല്ലേ, പപ്പടം കിട്ടും. ആ പപ്പടം കൂട്ടി ചോറിനാൻ കഴിയും. അത് സാധാരണ ഈ കഞ്ഞി മാത്രമേ ഞങ്ങൾ കഴിക്കല്. അല്ലെങ്കിൽ പിന്നെ ഈ കഞ്ഞിട്ട് കാര്യം കഴിക്കുക മാത്രം അന്ന്. പിന്നെ ആ സമയത്ത് ചോറുണ്ടാവും. അത് കൈകൂട്ടി ചോറിനാം, പപ്പടം നിറച്ച് ചോറിനാം, നല്ല അത്യാവശ്യം നല്ല കറി എന്നൊക്കെ ഉണ്ടാവും എന്നൊരു സന്തോഷമുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഓണക്കോടികളായിട്ട് വെള്ളം കിട്ടും. ഓണക്കോടികളായിട്ട് ഒരു ഷർട്ട്, അതിൽ ട്രൗസറോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ ആ ഒരു ഓണക്കോടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവമാണത്. അതൊക്കെ അനുഭവിച്ചവർക്ക് അതിന്റെ ആ വികാരം മനസ്സിലാവുള്ളൂ. അതൊക്കെ മനസ്സിലാവില്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ അതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ചിരിക്കാൻ വിനോദം ഇരിക്കുന്നുണ്ട്. കാരണം വിനോദം ഓർമ്മയിലുണ്ടായിട്ടില്ല. ഇന്നിപ്പോ ദാരിദ്ര്യമില്ലാത്ത കാരണം അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഈ അലാറം പഠിക്കുന്ന അമ്മണിമുക്കിലേക്ക് വരുന്ന റോഡ് അത് ചെറുക്കുണ്ടായിരുന്നു. അതിന് വരുന്നൊരു വണ്ടി എന്ന് പറയുന്നത് തമ്പുരാവത്തരുടെ കാളവണ്ടി മാത്രമാണ്. തമ്പുരാവത്തരുടെ കാളവണ്ടി പാലക്കാട് നിന്ന് സാധനങ്ങൾ കയറ്റിയിട്ട് ഇവിടെ കടലിലേക്കുള്ള സാധനങ്ങൾ കയറ്റി ആ വണ്ടി ഇവിടെ വരുന്ന സൗണ്ട്, ആ മണി കുറിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടാൽ മനസ്സിലാവും. രാത്രി 11 മണിക്ക് 12 മണിക്ക് 1 മണിക്കൊക്കെ സാധനം ഇതിലേക്ക് അറിയാം. അങ്ങനെ വന്നിരുന്നത് അന്ന് ആകെണ്ടായിരുന്ന ഒരു ലൈറ്റ് എന്ന് പറയുന്ന തമ്പുരാന്തിലാണ്. ഇന്ന് തമ്പുരാന്തില്ല, ചിമ്മിനി വിളക്കില്ല. പിന്നെ പെട്രോൾ മാക്സ് വന്നു. അന്ന് രാത്രികളെ ഞങ്ങളുടെ ആളുകളൊക്കെ രാത്രികളിലെ കല്യാണം നടത്തുക. അതായത് പകലഞ്ചിയോളം തമ്പുരാന് പണിക്ക് പോയേ പറ്റൂ. പകലഞ്ചിയോളം തമ്പുരാന് പണിക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരത്താണ് ഈ ചെറുക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടില് വൈകുന്നേരത്തെ സദ്യ. അപ്പൊ രാത്രി ആളുകൾക്ക് വരാൻ സമയമുള്ളൂ. ഇവരുടെ രാവിലെ ഇറങ്ങി, നേരത്തെ ഇറങ്ങി, വണ്ടിയൊന്നുമില്ലല്ലോ, നടന്നു പോണ്ടേ. നടന്നു പോകണം. എവിടെ അങ്ങനെ അത് പറഞ്ഞ് നടന്നു പോകും തന്നെ. ഞാനൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെല്ലിയ ശേഷം മാത്രമേ അവര് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. ചില സമയങ്ങളൊക്കെ ആളുകൾ അവിടെ പിന്നെ പാട്ടുപാടിയും കളിച്ചും ഒക്കെ നേരം വെളുപ്പിക്കും. രാത്രി കെട്ടാൻ കഴിഞ്ഞ് പിറ്റേസിന്റെ വീണ്ടും ഇറങ്ങി ഒരിക്കലെടുത്ത് പല്ലും തേച്ച് വീണ്ടും ഇറങ്ങി വീണ്ടും ഇങ്ങനെ നടന്നു വരികയാണ്. അന്നൊക്കെ അങ്ങനെ. മാത്രമല്ല പിറ്റേസിന് തമ്പുരാനെ പണിക്ക് പോകണം, അല്ലെങ്കിൽ തമ്പുരാൻ ചോദിക്കും പണിക്ക് പോയില്ലെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പണിക്ക് പോകുക മാത്രമല്ല, എനിക്ക് അനുഭവമുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് വന്ന ആ പെൺകുട്ടി വരനും വധുവും കൂടെ തമ്പുരാന്റെ വീട്ടിലേക്ക് കാഴ്ചയുമായിട്ട് പോകുന്നത് എനിക്കുണ്ട്. അത് അനുഭവിച്ചാണ് എനിക്കുണ്ട് അനുഭവം. എന്റെ കുട്ടിക്കാലത്ത് കല്യാണം കഴിഞ്ഞ് വന്ന പല ആളുകളും, ഓരോരുത്തരും എടുത്ത് പറയണ്ട, പല ആളുകളും തമ്പുരാന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന മിക്കവാറും തമ്പുരാൻ ചെയ്യുന്ന കാര്യം കഴിയും, ഈ ഒറ്റമുണ്ട് അലക്കി വെച്ച് അവർ ഉടുത്തും അടുത്ത് അലക്കി വെച്ച് വീട്ടിലുണ്ടാവും. ഇവര് പോയി കഴിഞ്ഞാൽ ഇന്ന് ഓരോ എടുത്തു കൊടുക്കും. ഇതെന്റെ അനുഭവമാണത്. ഓരോരുത്തരും എടുത്ത് പറയല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞാൻ കേട്ടു വായിച്ച പിന്നെ കല്യാണം കഴിച്ച് വന്ന മണവാട്ടിയെ തമ്പുരാന് കാഴ്ച വെക്കുന്ന ആ ഒരു അനുഭവം ഇല്ലെങ്കിലും അതില്ല, അത് വായിച്ചു അറിഞ്ഞാണ് ഈ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് തമ്പുരാൻ കല്യാണത്തിന് തരും ഒരു 2 നെല്ലോ നെല്ലും തരും, വേറെ തരാനില്ല.
പിന്നെ തമ്പുരാന്റെ പറയുമ്പോൾ നല്ല ചക്കയോ വാങ്ങിയതിനെ കിടക്കേണ്ട അടുത്ത് കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. ഇതാണ് തമ്പുരാൻ തരുന്നത്. ഈ 360 ദിവസം തമ്പുരാന്റെ വീട്ടിൽ പണിക്ക് പോയാലും തരാൻ പോകുന്നത് ഇതായിരുന്നു. അങ്ങനെ കുറെ ഇഷ്ടമായ കുറെ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ പ്രായത്തിന്റെ കാലങ്ങളിൽ. ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഒന്നും ഓർമ്മയില്ല. പുതിയ തലമുറയ്ക്ക് അതൊന്നും പരിചിതമല്ല. അതൊന്നും പരിചയം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അംഗീകരിക്കാൻ ഭാഗ്യമാരാ, അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അന്നത്തെ മിഠായി എന്ന് പറയുന്നത് വലിയ അനുഭവമാണ്. അന്നത്തെ മിഠായി എന്ന് പറയുന്ന ഈ ചുവപ്പും വെള്ളയും കറുപ്പും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഉരുണ്ട മിഠായി ഉണ്ട്. ഉരുണ്ട മിഠായി ഉണ്ട്. ഈ ഉരുണ്ട മിഠായി അന്ന് അത് നെല്ല് കൊടുത്താ പൈസ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. പൈസ ഒക്കെ ഞാൻ ഉപയോഗിച്ചത് അച്ഛൻ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കാൻ പോകുന്ന സമയത്താണ് 5 പൈസ ഞാൻ ആദ്യമായിട്ട് കൈ കിട്ടുന്നത്. 1 പൈസ എനിക്ക് ഓർമ്മയുണ്ട്. 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, 10 പൈസ, പിന്നെ 20 പൈസ, 25 പൈസ, 50 പൈസ, പിന്നെ 1 ഉറുപ്പിക. അങ്ങനെയാണ് ആ നാണയത്തൊട്ടുകളുടെ എന്താ പറയുക. ഇതൊക്കെ ഞാൻ അനുഭവിച്ച ഇതൊക്കെ ഞാൻ അനുഭവിച്ചാണ്. ഓട്ടക്കാരനെ മാത്രം ഞാൻ അനുഭവിച്ചില്ല. അതൊക്കെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ പൈസ അനുഭവിച്ച 1 പൈസ, 2 പൈസ ഈ പറഞ്ഞ രൂപത്തിലാണ്. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാല് ഈ സാധനങ്ങളുടെ കുറച്ച് മിഠായി കിട്ടും. അന്നത് വലിയ കാര്യമാണ്. അതങ്ങനെ മിഠായി ഉണ്ട്. അത് പിന്നെ അന്നുണ്ട് ഈ പുളിമിഠായി എന്നുണ്ട്. പുളിമിഠായി ഈ രൂപത്തിൽ വേറെ രൂപത്തിൽ പുളിമിഠായി ഉണ്ട്. പിന്നെ കമ്പർക്കട്ട് മിഠായി ഉണ്ട്. വായിക്കാതെ ഇട്ടാൽ പൊട്ടുകയില്ല. അരിവില്ല, പൊട്ടുകയില്ല. നടക്കുന്നുള്ളൂ. ആ സൈസ് മിഠായി ഉണ്ട്. ആ മിഠായി ഞങ്ങളെ നിന്നുണ്ട്. അത് നല്ല ഓർമ്മയാണ്. തച്ചമ്പാറക്ക് ചെല്ലുമ്പോൾ നമ്മുടെ തച്ചമ്പാറ തൊട്ടടുത്തുള്ള അംശക്കാരുടെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ മിഠായി കിട്ടുമായിരുന്നു. തച്ചമ്പാറ സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റൊരു അനുഭവം എന്താക്കിയാല് ഞാൻ ചോറ് കട്ടുന്നുണ്ട് സ്കൂളിൽ നിന്ന്. അത് 5ാം ക്ലാസ്സിലാണ്. പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ കൂടെ പഠിച്ച ആനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. എന്റെ കൂടെ എന്റെ ബെഞ്ചിൽ എന്റെ അടുത്തിരിക്കുന്ന ചോറ് പൊതിഞ്ഞാണ് കൊണ്ടുവരിക. എന്നാൽ കൊണ്ടുപോകും മറ്റു പാത്രങ്ങൾ നമുക്കില്ല. ചോറ് പൊതിഞ്ഞാണ് കൊണ്ടുവരിക. ഞങ്ങൾ പുസ്തകം ഇങ്ങനെ വെക്കുക, തോളത്ത് വെച്ചാൽ കൊണ്ടുപോകുക. കാരണം ആ പെട്ടിയും ബാഗും സൗകര്യം നമുക്കില്ല. അത് കൊണ്ടുപോയിട്ട് ചില ദിവസങ്ങളൊക്കെ വീട്ടില് പഴങ്കഞ്ഞി ഉണ്ടാവും. ഞാനത് ഇല പാട്ടിട്ട് അതിനകത്ത് ഒഴിക്കും. എന്നിട്ട് ഈ പഴങ്കഞ്ഞി ആക്കിയ പഴഞ്ചോറ് ഇതിന്റെ വെള്ളം പുസ്തകത്തോടെ ഇങ്ങനെ ഒഴിച്ചു പോയിട്ടുണ്ടാവും. സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു നാട്ടം. കുട്ടികളൊക്കെ നമ്മളെ കളിയാക്കുമായിരുന്നു. എന്നാൽ ഈ സാധനത്തെ കൊണ്ടിട്ട് നമ്മളവിടെ എടുത്തു വെക്കും. 4ാമത്തെ പീരീഡ് ഉച്ചകൾ 4ാമത്തെ പീരീഡ് ആകുമ്പോഴത്തേക്കും ചിന്ത മുഴുവൻ ചോറിന്റെ ഉള്ളിലേക്കാ. കാരണം അത്രയും വിശപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ചോറ് കൊണ്ടുപോയില്ല. പക്ഷെ എന്റെ ഓർമ്മയില് ഞാൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. 4ാമത്തെ പീരീഡ് കഴിഞ്ഞ് തന്നെ മാഷ് പുറത്താക്കിയ ഓടിച്ചാടി ഒരു പുതിയെടുത്ത് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതും അതിനകത്ത് ഒരു ചുമന്ന ചമ്മന്തി ഉണ്ട്. ഇതായപ്പോ എനിക്ക് സംശയം തോന്നി. ചോറ് എന്റെ തന്നെയല്ലേ? ഇത് ഊണ് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ സുഹൃത്തായ ആണെന്നും ചോറ് തരിക. എവിടെ പിന്നെ അവന്റെ ചോറെന്നുള്ളത്. അപ്പൊ നോക്കുമ്പോ അവന്റെ ചോറ് ഞാൻ കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു വിശപ്പിന്റെ ആ സാഹചര്യം ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടിരിക്കണം. 5ാം ക്ലാസ് പഠിക്കേണ്ടതാ. കാരണം എല്ലാ ദിവസം വീടിന് ചോറുണ്ടാ കിട്ടില്ല. കാരണം ഇവര് രാവിലെ പണിക്ക് പോയിട്ട് പാർസൽ പണിക്ക് പോയിട്ട് കിട്ടുന്ന വലിയ അരിഞ്ഞോരൊക്കെ രാവിലെ ആക്കാതെ കഴിയില്ല. പിന്നെയുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ശബ്ദമില്ലേ, ആ ഒരു പരിമിതിക്കാത്ത പോരുന്നത്. അങ്ങനെ 5ാം ക്ലാസ് മുതൽ ഒരു 6-7 ക്ലാസ് വരെ ഇങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ 7ാം ക്ലാസ് മുതൽ അമ്മയുടെ വീട്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ കുറച്ചും കൂടെ സൗകര്യം മാറ്റം വന്നപ്പോ അങ്ങനെ കൂടെ എനിക്കുണ്ടായി. ഈ പഠിപ്പിക്കാൻ നിർത്താത്തതിന്റെ തങ്ങളുടെ പഠനം 4ാം ക്ലാസ്സിൽ തന്നെ വന്നു. തുറന്ന് പഠിപ്പിക്കാൻ എത്ര സാധ്യത ഉണ്ടായിരുന്നു. ഇതാണ് മാത്രമല്ല, പെൺകുട്ടികളൊന്നും 4ാം ക്ലാസ് അവർക്ക് പോകരുത്. അവരെന്ത് ചെയ്യണം? അവര് പിന്നെ തമ്മിലെ പണിക്ക് പോകണം. അവരൊക്കെ പഠിക്കണം. ഇവരൊക്കെ കളക്ടറാകാൻ പോവുകയാണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ആകാൻ പോവുകയാണോ? എന്തിനെ പഠിപ്പിക്കണം എന്നുള്ളത് അവര് ഈ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവരക്കന്മാര്. അത് കാരണം ഒന്നും വിടില്ല. അത് കെട്ടിച്ചുകൊണ്ട പെണ്ണുങ്ങളാണ് എന്ന രൂപത്തിലേക്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ പോകണം, അല്ലെങ്കിൽ അവരുടെ വീട്ടില് പിന്നെ ചാണകം വാരാൻ പോകണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ പെങ്ങളുടെ പഠനമൊക്കെ നമുക്ക് 4ാം ക്ലാസ് നിർത്തേണ്ടി വന്നു.